MS ഫാമിലി എൻ്റർടൈൻമെൻറ്റ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ശ്രീരാമസ്വാമി ക്ഷേത്രം, അതായത് റാമർ പന്നൈ, അതായത് പാലക്കാട് ജില്ലയിലുള്ള മീനാക്ഷിപുരത്ത് തെങ്ങുംതോപ്പിൻ്റെ ഉള്ളിലുള്ള ശ്രീരാമസ്വാമിയുടെ സ്വയംഭൂ വിഗ്രഹമായിട്ടുള്ള മീനാക്ഷിപുരത്തുള്ള അമ്പലത്തിലെ ശ്രീകോവിലോട്ടാണ് നമ്മളന്ന് വന്നിരിക്കുന്നത് കേട്ടോ. അത് എല്ലാ വർഷത്തിലും കന്നിമാസത്തിൽ 4 ശനിയാഴ്ച മാത്രം നട തുറക്കുന്ന അമ്പലമാണ്. അതാണ് ഇവിടുത്തെ പ്രാധാന്യം. വഴിപാടായിട്ട് ഒരുപാട് ഭക്തജനങ്ങൾ വരുന്നുണ്ട്. ഭഗവാനുടെ പൂജാ സമർപ്പണമുണ്ട്, പൂജയ്ക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് പുറമെ അവിടെ വന്നിട്ട് ഈ നമ്മുടെ വീട് കല്യാണത്തിൻ്റെ ബൊമ്മകളൊക്കെ വന്നിട്ട് ചെറുതായിട്ട് പൂജ ചെയ്തിട്ട് അത് നടക്കുന്നുള്ളൊരു വിശ്വാസവും ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഞാനിതുണ്ട് അത് പൂജയ്ക്ക് കൊടുത്ത് ഭഗവാനെ നമ്മൾ അടുത്ത് മുമ്പിലെത്തി. ഭഗവാൻ സ്വയംഭൂ ആയിട്ടുള്ള വിഗ്രഹം അടിയിൽ കാണാം. അതിനുശേഷം ഭഗവാന്റെ വെള്ളി കൊണ്ടുള്ള മുഖക്കാപ്പ സമർപ്പിക്കും. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ വന്നിട്ട് അതായത് ഓലപ്പെര ആണ് സംഭവം. 4 അടിയോളം ഹൈറ്റ് ചുറ്റുമതിൽ കെട്ടിയിട്ട് അതിന് മേലെ ഓല കൊണ്ട് മടഞ്ഞുള്ള ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണാം കേട്ടോ. അതായത് ശ്രീരാമസ്വാമിയുടെ ഹൈറ്റ് നല്ല ഗോപുരമായിട്ട് ഓല കൊണ്ട് മടഞ്ഞുള്ള ഗോപുരം കാണാൻ തന്നെ അതിമനോഹരം. അവിടുത്തെ സ്ഥലങ്ങളും എടുത്ത് പറയേണ്ടത് പറഞ്ഞാൽ തെങ്ങുംതോപ്പിൻ്റെ ഉള്ളിൽ ആയതുകൊണ്ട് നമുക്ക് കണ്ട് മതിയാവില്ല, ഭഗവാനെ കണ്ട് മതിയാവില്ല. അത്രയും കൂളിംഗ് ആയിട്ടുള്ള ക്ലൈമറ്റ് ആയിരുന്നു. അത്ര വെയിലുണ്ട് കേട്ടോ. ഞങ്ങൾ രാവിലെ കാലത്ത് 7 മണിക്ക് ഏകദേശം 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 8:30 ആകുമ്പോഴേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ നമ്മൾ അതിന് ശേഷം ഭഗവാനെ തൊഴുതിയ ശേഷം ഇത് അന്നദാനത്തിനുള്ള ലൈനാണ്. നമുക്ക് കിട്ടിയ സാമ്പാറും ചോറും ആയിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കും ക്രൗഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതായത് അന്നദാനത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഓരോ നേരത്തെ ഓരോ ഫുഡാണെന്നൊക്കെയാണ് പറയാറ് കേട്ടോ. ഞങ്ങൾ പോകുന്ന സമയത്ത് സാമ്പാറും ചോറായിരുന്നു. അതിനൊക്കെ ഉച്ചയ്ക്ക് ശേഷമൊക്കെ ചിലപ്പോൾ പറയുന്നു, അവിടുത്തെ ആൾക്കാർ പറയുന്നു തക്കാളി ചോറൊക്കെ ആയിരിക്കും വിളമ്പുക, ഭഗവാന്റെ ഫുഡ് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾക്ക് പിന്നെ ഒന്നും കൂടി നമുക്ക് തൊഴുതാനുള്ള ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. നമ്മൾ ലൈനിൽ നിന്ന് വന്ന ശേഷം തൊഴുതിയ ശേഷം ഇതവിടെ പോലീസുകാർ സാറുമാർ നിൽക്കുന്ന ഭാഗത്തോടെ ഒന്നും കൂടി ഭഗവാനെ കണ്ട് തൊഴുതാം. നമ്മുടെ ആൾക്കാർ പാട്ടും കച്ചേരികളും അവിടുത്തെ ആൾക്കാർ അവിടുത്തെ ഭഗവാന്റെ കീർത്തനമൊക്കെ കേട്ടിട്ട് കളിക്കുന്നുണ്ട്. നമ്മുടെ കേരള പോലീസ് തന്നെയാണ് അവിടുത്തെ ഉള്ള സെക്യൂരിറ്റീസും കാര്യങ്ങളും പർപ്പസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ലൈൻ കേട്ടോ. ഫ്രണ്ടിലൂടെ വന്നിട്ട് ഭഗവാന്റെ ശ്രീകോവിലിന് മുമ്പുറത്ത് തൊഴുതി പോകുന്ന ലൈനാണ്. അത്യാവശ്യം നല്ല ക്രൗഡാണ്. നമ്മൾ പന്തലിൽ കാണുന്നുണ്ട് അത്രയും ജനങ്ങൾ ഭഗവാന്റെ മുമ്പിൽ വന്ന് തൊഴുതാനുള്ള ക്യൂ ആണ്. അതിന് അപ്പുറം തൊഴുതിയ ശേഷമുള്ളവർ അന്നദാനത്തിന് പോകാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പിന്നെ കുട്ടികളെ കൊണ്ടൊക്കെ വരുന്നവർക്ക് ഇഷ്ടം പോലെ റൈഡ്സും കാര്യങ്ങളും ഇതെല്ലാം ഈ ഭഗവാന്റെ അവിടുത്തെ തെങ്ങുംതോപ്പിലുള്ള സ്ഥലത്ത് തന്നെയാണ് ഇതെല്ലാം കേട്ടോ. വേറെ സെപ്പറേറ്റ് പ്ലേസ് ഒന്നുമില്ല. അതെല്ലാം ഒറ്റ വഴിയിൽ ഭഗവാന്റെ അമ്പലത്തിൻ്റെ അപ്പുറത്തുള്ളൊരു വഴിയിലാണ് ഇതെല്ലാം ഉള്ളത്. ഒരുപാട് റൈഡ്സും കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് വന്ന് ഭഗവാനെ തൊഴുതി ഈ റൈഡിൽ കുട്ടികൾക്കൊക്കെ പങ്കെടുത്ത് സമാധാനത്തിൽ തന്നെ പോകാൻ പറ്റിയ നല്ലൊരു പ്ലേസായിരുന്നു. നമുക്ക് നല്ലൊരു അനുഭവമായിരുന്നു ഭഗവാന്റെ അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്ത വർഷം 4 വർഷത്തിലല്ല സോറി കേട്ടോ, അതായത് അടുത്ത വർഷം ആഴ്ചയിൽ 4 ശനിയാഴ്ചയല്ലേ ഉള്ളൂ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ശനിയാഴ്ച ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഒരുപാട് കാര്യങ്ങളും എടുത്ത് പറയാനുണ്ട്. പിന്നെ ഇവിടുത്തെ എല്ലാം അത്യാവശ്യം നല്ല വിലക്കുറവുള്ള പ്രൊഡക്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് പർച്ചേസ് ചെയ്യാം. നമ്മൾ ഭഗവാനെ കണ്ട് തൊഴുതി ഇറങ്ങി കേട്ടോ. അപ്പോൾ പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ MS ഫാമിലി എൻ്റർടൈൻമെൻറ്റ് ചാനൽ ഇതേപോലുള്ള വീഡിയോസുള്ളതായിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഓക്കെ ബൈ.